ഇന്ന് ഫാൻറ്റസി പാർക്കിൽ പോയ കഥ പറയാൻ വന്നതാണ്. വെൽക്കം കൂട്ടുകാരെ. ഞങ്ങളങ്ങനെ ഫാൻറ്റസി പാർക്കിലെത്തി ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാ ഡ്രസ്സും ബാഗുകളൊക്കെ അവിടെ സൂക്ഷിച്ച് കളിക്കാനിറങ്ങി. എല്ലാ റൈഡിലും ഞങ്ങൾ ഓടി ഓടി കയറി. ഓരോന്നിലും കയറുമ്പോൾ കുട്ടികൾ കടിച്ചും ചിരിച്ചും സന്തോഷിച്ചും അവരെ ആഘോഷിക്കുന്നത് കാണാം. ചിലർക്ക് പേടിയായിരുന്നു, ചിലർക്ക് നാണക്കേടായിരുന്നു, ചിലർ മുറുക്കി പിടിച്ചാൽ വീഴുമോ എന്നുള്ള സംശയമായിരുന്നു. ഞങ്ങൾ UKGDയിൽ നിന്നും 11 പേരും പിന്നെ ഞാനും, അങ്ങനെ 12 കുട്ടികൾ ഒരു ദിവസം മുഴുവൻ എൻജോയ് ചെയ്തു. കുതിരപ്പുറത്ത് കയറിയപ്പോൾ കുതിര അനങ്ങാൻ തുടങ്ങിയപ്പോഴാണ് രസമായത്. എൻ്റെ കുതിര സ്പീഡിൽ ഓടുന്നില്ല എന്നായി പിന്നെ. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി കാർ ഓടിച്ചു. അത് കഴിഞ്ഞ് താറാവിലെത്തിയപ്പോഴോ താറാവാണോ കോഴിയാണോ എന്താണെന്നറിയില്ല, എങ്കിലും അതിൽ കയറി എത്തിപ്പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആകാംക്ഷ ഇതെങ്ങനെ തിരിയുന്നത്. ചിലർ സ്ക്രൂ തൊട്ട് പിടിച്ചു നോക്കി. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കൈ പിടിച്ചിരിക്കുക എന്ന്. കാരണം പിടിച്ചിരുന്നില്ലെങ്കിൽ വീണാലോ, എപ്പോഴും പേടിയാണ്. കുട്ടികളുടെ പിന്നാലെ നടന്ന് അവരെ പോലെ എൻജോയ് ചെയ്ത ഇങ്ങനത്തെ ഒരു ദിവസം, സ്കൂൾ ദിവസങ്ങളിൽ ഇതാണ് ഏറ്റവും നല്ല അടിപൊളി ദിവസം. കാരണം എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മാറി ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ ടൂർ എന്നത്. അത് അടിച്ചു പൊളിക്കുക എന്നത്, കുട്ടികളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് മാക്സിമം എൻജോയ് ചെയ്തു സന്തോഷത്തോടു കൂടി കാറ്റർപില്ലറിൽ അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. ഹായ് എന്ന് പറയും. എൻ്റെ അടുത്ത് എത്തുമ്പോൾ ഹായ് വിജിത മാഡം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഞങ്ങൾ കാർ ഓടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3D ഷോ കണ്ടു. 3D ഷോ കാണാൻ വേണ്ടിയുള്ള ക്യൂ ആണിത് കേട്ടോ. 3D ഷോ കണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്ലാസ് ഹൗസിൽ കയറിയപ്പോൾ ഭയങ്കര തമാശയായിരുന്നു. റാഞ്ചി റോസ് സ്പീക്കിങ്ങിലെ പോലെ കമ്പിളി പുതപ്പ് എന്ന് പറയുന്നത് പോലെ വഴി കണ്ടുപിടിച്ചോ ചോദിക്കുമ്പോൾ വഴി കാണുന്നില്ല പറഞ്ഞ് മക്കളിങ്ങനെ തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് പുറത്തെത്തി. ഞങ്ങളങ്ങനെ ഒരു ദിവസം അടിച്ചു പൊളിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. നല്ല രസമായി ഡാൻസ് കളിച്ചു, പാട്ട് പാടി, നല്ല ഭക്ഷണം കഴിച്ചു, ഓടിക്കളിച്ചു. വെള്ളത്തിൽ കളിക്കുന്ന കാര്യം പിന്നെ പറയുകയേ വേണ്ട. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കൂട്ടുകാരെ.